എടാ മോനെ ഇതെവിടെ വെക്കും, ഇത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് കേട്ടോ. എവിടെ നോക്കിയാലും എടാ മോനെ, റീല് നോക്കിയാലും എടാ മോനെ, ഓഫീസിൽ പണിയെടുത്തില്ലെങ്കിലും ബോസ് അടക്കം എടാ മോനെ, വീട്ടിൽ പോയാൽ അമ്മയും എടാ മോനെ. സത്യം, ഇവിടെ ഞങ്ങളുടെ ഇവിടുത്തെ ഒരുപാട് ആൾക്കാർക്ക് മലയാളം അറിയില്ല. ഇയാൾ എന്താ പറയണേന്നറിയോ? എടാ മോനെ പണിയെടുക്കുന്നു. പണിയെടുത്തിട്ടും ഒരു മലയാളിയുടെ വേദന നിങ്ങൾക്ക് അറിയാമോ? സത്യമായിട്ടും നമ്മളെല്ലാവരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നമ്മളെല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എടാ മോനെ എന്നുള്ളൊരു കാര്യം അല്ലേ. അപ്പോൾ എന്തായാലും വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വീക്ക്ലി പിക്ക് വിത്ത് സുധി ആൻഡ് സ്നേഹ. ആൻഡ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്ന സിനിമേൻ്റെ പേരാണ് ആവേശം. യെസ്, ടെൽ മീ which is what is your experience? വെൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി സിനിമ കണ്ടു. എനിക്ക് മെയിനായിട്ട് ഫഹദായിരുന്നു ലൈക്ക് എന്താ പറയുക ഒരു മോട്ടിവേഷൻ ടു സീ ദിസ് മൂവി. പക്ഷേ ഞാൻ പോയ ശേഷം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ദ മെയിൻലി ഫഹദിൻ്റെ ക്യാരക്ടർ, ബിക്കോസ് ഹി ഹാസ് ഡൺ ഇറ്റ് സോ മെനി ഷെയ്ഡ്സിൽ ആൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പെർട്ടിക്കുലർ ഒരു ഗൂണിൻ്റെ ക്യാരക്ടർ നന്നായിട്ട് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഫഹദ് എത്ര സിമ്പിളായിട്ട് ആക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ യു വിൽ ലവ് ഇറ്റ്. ചില റീൽസ് ഒക്കെ കാണാറുണ്ടല്ലോ, ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഐ റിയലി എൻജോയ്ഡ്. സത്യത്തിൽ ഫഹദ് രംഗണ്ണൻ ഇസ് അമേസിങ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് അറിയോ? അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ സീനാണ്. ഇപ്പം ഈ ഒരു മൂവിയിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നതിൽ ഐ വുഡ് സേ ഇറ്റ് ഈസ് ദ 3 ഗൈസ്. ഓക്കെ, അവരുടെ കഥയാണ്. അവരുടെ കഥയിലോട്ട് രംഗണ്ണൻ കയറി വരുന്നതാണ്, മനസ്സിലായോ? അപ്പൊ ഈ രംഗണ്ണൻ കയറി വരുന്നത് എടാ മോനെ എന്നുള്ളതാണ്. ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മൾ എടാ മോനെ വെറുതെ പറയുന്നതല്ല. ഈച്ച് ആൻഡ് എവറി ഡയലോഗിന്റെയും സ്റ്റാർട്ടിങ്ങിൽ എടാ മോനെ അല്ലേ? ദാറ്റ് ഈസ് എ കൾട്ട് ഡയലോഗ് തന്നെ പറയാം. ആൻഡ് ദ സോങ്സ് ഓൾസോ. ആൻഡ് സ്നേഹ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ജീത്തു എത്രമാത്രം ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ടും സ്ക്രിപ്റ്റിലും ചെയ്യാൻ അനലൈസ് ചെയ്യുന്നത്. ബിക്കോസ് ബാംഗ്ലൂരിലത്തെ ലൈഫ് സ്റ്റൈലും ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ഗുണ്ട, ഇവിടുത്തെ പൊളിറ്റീഷ്യൻ ആവട്ടെ, കുറേ കാര്യങ്ങൾ നല്ലോണം റിസർച്ച് ചെയ്ത ശേഷമാണ് ഈ സ്ക്രിപ്റ്റ് ചെയ്യാം. അതിനെ ഫഹദ് സ്ക്രീനിലേക്ക് ഭംഗിയായി കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് മ്യൂസിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ലൈക്ക് ഇറ്റ് ഈസ് സുഷിൻ ഷാംസ് മ്യൂസിക്. ആൻഡ് ഇലുമിനാറ്റി എന്ന് പറഞ്ഞ പാട്ട് ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണ്. ഇന്നലെ ഞാൻ നോക്കുന്ന സമയത്ത് ഒരാൾ ഇതിന് ട്രെൻഡിങ് ആണെന്ന് പറഞ്ഞിട്ട് റീല് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കാണുമ്പോൾ ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇരിക്കണമെന്നുള്ളൂ. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ പിന്നാമ്പുറത്ത് നമ്മൾ പറയില്ലേ, പിന്നിലാണ് കളി എന്ന് അറിയില്ല, അതുപോലെ പിന്നിലിരുന്ന് ആള് നല്ല അടിപൊളിയായിട്ട് മറ്റേ ഇലുമിനാറ്റി എന്തായാലും പാട്ട് അടിപൊളിയായിരുന്നു. സുഷിൻ ശ്യാമിന്റെ പാട്ടുകൾ ഒന്നും ഒരിക്കലും അദ്ദേഹം നമ്മളെ വിഷമിപ്പിക്കാറില്ല, ഡിസപ്പോയിന്റഡ് ആക്കാറില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് I would say is the Amban's character. He always came up with me and told that it's definitely his favorite is Ranganna. ഞാൻ അപ്പോൾ പറഞ്ഞ കാര്യമാണ്, എനിക്ക് അംബാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് കൂടുതൽ ഇഷ്ടം. ആൻഡ് ഓൾസോ മലയാളത്തിൽ ഇപ്പോൾ കുറേ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. സോ യു ഹാവ് സോ മെനി ഓപ്ഷൻസ്. അപ്പോൾ നമ്മൾ ഓർക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഇപ്പോൾ നല്ല നല്ല സിനിമകൾ ഇറങ്ങാൻ തുടങ്ങി. ഈ സിനിമ അല്ല, ഈ മലയാള സിനിമ ഇപ്പോൾ കാണാൻ ലോൺ എടുക്കേണ്ട അവസ്ഥയാണല്ലോ. തീർച്ചയായിട്ടും എന്താ ആഴ്ചയ്ക്ക് നല്ല നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ആൻഡ് ആവേശം ഓൾസോ one of the best movie. It is the best movie. You should go and watch. സുധി പറഞ്ഞ പോലെ തന്നെ it is one of the best. കാരണം ഈ ഒരു സിനിമ പോലും നമുക്ക് തിയേറ്റേഴ്സിൽ കാണാതിരിക്കാനുള്ള ഒരു പറ്റുന്നില്ല. കാരണം ഇറ്റ് ഹാസ് ടു ബി വാച്ച് ഇൻ ദ തിയേറ്റേഴ്സ്, ആ ക്രൗഡിന്റെ കൂടെ തന്നെ എന്നുള്ളതാണ് കേട്ടോ. എനിവേസ് ഈ ഒരു സിനിമ ത്രൂ ഔട്ട് ഒരു 2:45 minutes, 2 hours and 40 minutes ഉണ്ടാവും. ചിരിച്ച മണ്ണ് തപ്പി തല്ലിൽ പോലും ഞാൻ ചിരിച്ചിട്ടുണ്ട് അല്ലേ? ഈ സിനിമയിൽ ഓൾമോസ്റ്റ് എവറിത്തിങ് യു ഹാവ് ഇറ്റ്, വാട്ട് എവർ യു ആർ ലുക്കിംഗ് ഫോർ. എന്താ മെയിനായിട്ട് ഫാഫാൻ്റെ ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂഷ്വലി ഫഹദ് ഫാസിലിന്റെ ഫാൻ ആണെങ്കിൽ ക്യാരക്ടർ ടോട്ടലി ഇൻവോൾവ് ആണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയും, നല്ല അടിപൊളി അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് യു ഷുഡ് ഗോ ആൻഡ് വാച്ച് ഫോർ അറ്റ്ലീസ്റ്റ് ഇഫ് യു ആർ എ ഫാൻ ഓഫ് ഫഹദ് ഫാസിൽ. നോ, നോട്ട് ഓൺലി ഫഹദ് ഫാസിലിന്റെ ഫാൻ മാത്രമല്ല, Bangalore Malayalis, definitely you are going to connect this movie a lot. But at the same time, നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് റിലേറ്റബിൾ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാൾ പോവുകയാണെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സംഭവിക്കുക, അല്ലെങ്കിൽ കോളേജിൽ റാഗിംഗ് ഒക്കെ നടക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എന്നുള്ളത് ഇങ്ങനെയും ചിന്തിക്കാമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ? അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു മൂവി. എനിവേസ് നമ്മൾ വലിച്ചു നീട്ടുന്നില്ല, ഞങ്ങളുടെ അഭിപ്രായം ഇതാണ്. വി ലവ് ദ മൂവി. നമ്മളെല്ലാ സിനിമകളും വന്നിട്ട് അടിപൊളിയാണെന്ന് പറയുന്നവർ വിചാരിക്കണം, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ കണ്ടിട്ട് സത്യസന്ധമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിവേസ് വി ലവ് ദ മൂവി ആൻഡ് ഐ ടോൾഡ് യു ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, മൈ ഫേവറേറ്റ് ക്യാരക്ടർ ഇസ് ഡെഫിനറ്റ്ലി അംബാൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. വെർ ഹിസ് ഫേവറേറ്റ് ഇസ് രംഗണ്ണൻ.
ഫഹദ് ഫാസിൽ ചെയ്തത് അല്ലേ? അപ്പോൾ നമ്മൾ നിങ്ങളെ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഡു വാച്ച് ദ മൂവി ഇൻ തിയേറ്റേഴ്സ് ഇറ്റ്സെൽഫ് അല്ലേ? ഓൾറെഡി ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ആ പോകുന്നത്. യെസ്, ഇനി ലേറ്റ് ആക്കണ്ട. വേറെ മൂവീസ് ലൈൻഡ് അപ്പ് ആണ് തിയേറ്റേഴ്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാക്ട്ലി. OTT വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോകല്ലേ, ഡയറക്റ്റ് തിയേറ്റേഴ്സിൽ പോവാം, കാണാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഏത് ക്യാരക്ടർ പിടിച്ചെന്ന് കമന്റ് സെക്ഷനിൽ പറയാം. ഞങ്ങളുടെ റിവ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ചെയ്യണം. അതുപോലെ തന്നെ സിനിമ പോയി എനിക്ക് രംഗണ്ണന്റെ ക്യാരക്ടർ ഞാൻ ചെയ്താണോ സ്നേഹ, എങ്ങനെ ഉണ്ടാവും? ഭംഗി ഉണ്ടാവും? ഞാൻ വൈറ്റ് ആൻഡ് വൈറ്റിൽ വന്നാലും എങ്ങനെ ഉണ്ടാവും? ഹലോ സ്നേഹ, കേക്ക് ഞാൻ പറയുന്നത് ഹലോ, ഇതാണ് എപ്പോഴും. എടാ മോനെ ഒന്ന് ക്യാമറ ഒന്ന് നിർത്ത്, ഞാൻ കുറച്ച് വഴക്കൂടട്ടെ. കൂടുതൽ പുതുമയുള്ള വീഡിയോകൾക്കായി റേഡിയോ സിറ്റി മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.